ഹായ് ഹലോ നമസ്തേ, എല്ലാവർക്കും കൾച്ചർ കഫേയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് വെറും ഒരു അധ്യായമല്ല, ഇത് ഇത്തവണത്തെ അതായത് 2026 വിഷു സ്പെഷ്യൽ ഒരു അധ്യായമാണ് കേട്ടോ. സാധാരണയായിട്ട് വിഷുക്കാലമായാൽ എനിക്ക് നാട്ടിൽ പോകുന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ ചില സാഹചര്യങ്ങളാൽ എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. ജോലിയിൽ നിന്ന് ഇപ്പോൾ വിട്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഈ വട്ടത്തെ വിഷു ഞാൻ ഇവിടെ ആഘോഷിക്കുകയാണ്, ചെന്നൈയിൽ തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉത്സവങ്ങൾ അത് ഏതായാലും ഓണമായാലും വിഷു ആയാലും അതിൻ്റെ എല്ലാം ഒരു ആരംഭം എന്ന് പറയുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുമ്പോഴാണ്. നമുക്ക് ആ ഒരു വിഷുക്കാലം അല്ലെങ്കിൽ ഓണക്കാലം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ ഒരു 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 സന്തോഷവും ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ പർച്ചേസിന് ഇറങ്ങുമ്പോഴാണ് കേട്ടോ. നാട്ടിലാണെങ്കിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ വിഷുവിന് കുറച്ച് ദിവസം മുമ്പ്, ലൈക്ക് ഒന്നര ആഴ്ച മുമ്പൊക്കെ നമ്മൾ ഈ വഴിയൊക്കെ വൃത്തിയാക്കുക, അല്ലെങ്കിൽ പൊതുവെ നമ്മൾ വീടും പെരടും എല്ലാം വൃത്തിയാക്കലും ചെത്തുന്ന പരിപാടി അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ലൈഫൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നേരെ നമ്മൾ ഡയറക്റ്റായിട്ട് പർച്ചേസിലോട്ട് കടക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ, കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി. അന്നാണ് എനിക്ക് ശരിക്കും ആ ഒരു വിഷു എഫക്റ്റ് അങ്ങോട്ട് മനസ്സിലേക്ക് കയറിയത്. ഓക്കെ, വിഷു ആവാൻ പോവുകയാണ്. അതിനോടൊപ്പം നാട്ടിൽ ഞാനൊരു കുളത്തൂപ്പുഴക്കാരിയാണ്. അപ്പോൾ ഞങ്ങളുടെ കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഞങ്ങൾക്ക് മേടവിഷു മഹോത്സവം. ഇത്തവണ അത് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. എങ്കിലും എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, നമ്മൾ ഏതൊരു അവസ്ഥയിലായാലും എവിടെയാണോ അവിടെ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. യെസ്, ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ട്രൈങ് ടു ഡു. ഇത്തവണ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല, കുഴപ്പമില്ല. അടുത്ത വട്ടം ദൈവസഹായത്തിൽ എനിക്ക് വിഷു മഹോത്സവം അവിടെ തന്നെ പോയി എനിക്ക് ഞങ്ങളുടെ പരിപാടികളും അവിടുത്തെ അമ്പലത്തിൽ പോയി തൊഴാനും കണി കാണാനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തവണ നമുക്ക് തൽക്കാലത്തേക്ക് ചെന്നൈയിൽ വിഷു അങ്ങോട്ട് ആഘോഷിക്കാം. അങ്ങനെ സാധനങ്ങളെല്ലാം 2 ദിവസം മുമ്പ് ഞാൻ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ശരിക്കും ഞാൻ ഈ വർഷം 14-ാം തീയതി, അതായത് തമിഴ്നാട്ടുകാർക്ക് ഏപ്രിൽ 14 അവരുടെ ന്യൂ ഇയർ എന്ന് പറയുന്നത്. തമിഴ് പുത്താണ്ട് 14-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിലെല്ലാം ആ ദിവസമാണ് ലീവ്. 15-ാം തീയതി ഞങ്ങൾക്ക് ഓഫീസിൽ പോകണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, 14-ാം തീയതിയാണ് കണി കണ്ടത്. അപ്പോൾ 13-ന് വൈകിട്ട് തന്നെ വന്ന് നമ്മൾ കണിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ സഹായിക്കാനായിട്ട് എൻ്റെ പുത്രനും കയറിയിട്ടുണ്ട്. അവ ഇടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവനാൽ കഴിയുന്ന കാര്യങ്ങൾ അവനും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നാട്ടിലില്ല എന്ന് വെച്ചിട്ട് നമുക്കിവിടെ കണിക്കൊന്നയ്ക്കൊന്നും ഒരു ക്ഷാമവും ഇല്ല കേട്ടോ. ഏതൊരു വീട്ടിൽ ചെന്നാലും നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റും കണിക്കൊന്ന. വീടുകളിൽ മാത്രമല്ല, നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ നിറയെ കാണും കേട്ടോ. പക്ഷേ ചില സമയങ്ങളിൽ കഴിഞ്ഞ വർഷം എപ്പോഴേക്കോ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചൂട് കൂടുതലാണെങ്കിൽ നമ്മുടെ കണിക്കൊന്നയുടെ നിറം കുറച്ച് മങ്ങിയതായിട്ട് ഒരു ലൈറ്റ് യെല്ലോ കളറിലായിരിക്കും കണിക്കൊന്ന വരുന്നത്. പക്ഷേ ഇത്തവണ നല്ല അസല് പൂവ് നമുക്ക് കിട്ടി കേട്ടോ. ആകെ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കണിക്കൊന്ന പെട്ടെന്ന് വാടിപ്പോവും. അപ്പോൾ നമ്മൾ രാത്രിയാണ് പോയി പിച്ചിക്കൊണ്ട് വന്നത്. എന്നിട്ട് നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാനിങ്ങനെ കാണുമായിരുന്നു. ഈശ്വര, ഇപ്പോൾ കാണാൻ എന്ത് ഭംഗിയായിട്ടിരിപ്പുണ്ട്. ഇവിടുത്തെ ചൂടും കൂടെ അല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതങ്ങ് വാടും. എന്തായാലും നമ്മൾ കണിയെല്ലാം രാത്രി ഒരുക്കി വെച്ചിട്ട് വെളുപ്പാങ്കാലത്ത് കണ്ടാലും ആ സമയത്തേക്ക് നമ്മുടെ കണിക്കൊന്നയൊക്കെ വാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതുപോലൊക്കെ തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ആ സമയത്ത് ഒരുക്കുന്ന സമയത്ത് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. നാട്ടിലാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ഇത്രയും പൂക്കൾ കിട്ടാറില്ല. ഇത്തവണ എനിക്ക് ശരിക്കും പൂ കിട്ടി. അതുകൊണ്ട് നല്ല ലാവിഷായിട്ട് ഞാനങ്ങ് എൻ്റെ പൂജയുടെ ഏരിയ അങ്ങ് അലങ്കരിച്ചു. ഇനി നമുക്ക് സായി കൊടുക്കുക രാവിലെ കണി കാണാൻ പോകുന്ന കാണാം കേട്ടോ. എല്ലാവർക്കും നല്ലത് വരുത്തണേ അമ്പാട്ടി. ഇപ്പോൾ സായി കൊടുക്ക കണ്ടു കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് കണ്ടാലോ. കണി ഒരുക്കുന്നത് പണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നാട്ടിലാണെങ്കിലും ഞാനാണ് ഈ കണി ഒരുക്കാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, അതിന് മുമ്പൊക്കെ അമ്മ തന്നെയായിരുന്നു കണി ഒരുക്കുന്നത്. കുറച്ച് അടുത്ത വർഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ തന്നെയായിരുന്നു ഇങ്ങനെ കണി ഒരുക്കാനായിട്ടൊരു താല്പര്യം കാണിച്ച് മുന്നോട്ട് വരുന്നത്. അങ്ങനെ എന്തായാലും എനിക്കറിയാവുന്ന രീതിയിൽ എന്തൊക്കെയോ വെച്ചു. കണ്ണാടി എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ. കണ്ണാടിയുടെ ഒരു കുറവുണ്ട്. പക്ഷേ എന്നാൽ കഴിയുന്ന വിധം ഞാനൊരു കണി ഒരുക്കി എല്ലാവരെയും കാണിച്ചു. സായിനെ കാണിച്ചു, ഹരീനെ കാണിച്ചു,
പിന്നെ വീട്ടിൽ വിളിച്ച് അച്ഛനെയും അമ്മയൊക്കെ കാണിച്ചു. അവർ അടുത്ത ദിവസമാണ് ശരിക്കും ആഘോഷിക്കുന്നത്. ഇത്തവണ 15-ാം തീയതിയാണ്, ഇത് 14-ാം തീയതി രാവിലെ കാണുന്ന കണിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക വീണ്ടും ഹാപ്പി വിഷു.